വാർത്തകൾ വിശദമായി. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ കുട്ടനാട്ടിലെ രണ്ടാം ഘട്ട സ്വീകരണ പര്യടനം നീലംപേരൂരിൽ നിന്നും ആരംഭിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7:30 നീലംപേരൂർ സൊസൈറ്റിക്ക് സമീപമായിരുന്നു ആദ്യ സ്വീകരണ സമ്മേളനം. ഉദ്ഘാടന പ്രസംഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി കുട്ടനാട് MLA തോമസ് കെ തോമസ്. വെള്ളിയാഴ്ച രാവിലെ 7:30 നീലംപേരൂരിൽ സംഘടിപ്പിച്ച ആദ്യ സ്വീകരണ സമ്മേളനം കുട്ടനാട് MLA തോമസ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന MP അല്ല കൊടിക്കുന്നിൽ സുരേഷ് എന്ന് അദ്ദേഹം വിമർശിച്ചു. ശരത് പവാർജി ത്രൂ 1880 കോടി രൂപ ഈ കുട്ടനാട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. കുട്ടനാട് ഒന്നാം പാക്കേജ് അത് തകർത്ത് തരിപ്പണമാക്കിയത് ഈ PJ ജോസഫും ഈ കൊടിക്കുന്നിൽ സുരേഷും തമ്മിലുള്ള അടിയാണ്. അല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിലൂടെ വിനിയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് വെള്ളപ്പൊക്കത്തിൽ നിന്നും മറ്റുള്ള പ്രതിസന്ധിയിൽ നിന്നും കുട്ടനാടിന് കരകയറുവാൻ കഴിയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു MP അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിന് ആ സ്ഥാനം മാത്രം മതി. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. നമുക്ക് വേണ്ടത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ കുട്ടനാടൻ ജനതയോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ വീടുകൾ ക്ലീൻ ചെയ്യുവാനും പള്ളികൾ ക്ലീൻ ചെയ്യുവാനും മോസ്കുകൾ ക്ലീൻ ചെയ്യാനും അതുപോലെ മറ്റുള്ള അമ്പലങ്ങൾ ക്ലീൻ ചെയ്യാനും അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുവാനും മുൻകൈ എടുത്ത വ്യക്തിയാണ് CA അരുൺകുമാർ. സ്വീകരണ സമ്മേളനത്തിൽ LDF ബൂത്ത് ഇലക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് ബിനു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ R സുരേഷ്, KK അശോകൻ, G ഉണ്ണികൃഷ്ണൻ, KV ജയപ്രകാശ്, S സുധിമോൻ, MT ചന്ദ്രൻ, BP ജയൻ, TK തങ്കച്ചൻ, MB ജോസുകുട്ടി, സണ്ണി കൊച്ചിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഈര, ചക്കച്ചമ്പാക്ക, ചെറുകര, വാലടി, കുമരങ്കരി, കിടങ്ങറ ബസാർ, സ്വതന്ത്രമുക്ക്, പുളിക്കക്കാവ്, വിനോബ ജംഗ്ഷൻ തുടങ്ങി വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഉച്ചകഴിഞ്ഞ് 3:30 ചമ്പക്കുളം പുല്ലങ്ങടിയിൽ എത്തിച്ചേർന്നു. പുല്ലങ്ങടി 96 നമ്പർ ബൂത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി AD കുഞ്ഞച്ചൻ ഉദ്ഘാടനം ചെയ്തു. സ്വീകരണ യോഗത്തിൽ ബൂത്ത് പ്രസിഡന്റ് G നീലകണ്ഠപിള്ള അധ്യക്ഷനായി. നേതാക്കളായ G രാമചന്ദ്രൻ, P സജിമോൻ, D അനീഷ്, MS ശ്രീകാന്ത്, TG ജലജകുമാരി, P ഷൈൻ, ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു. ചമ്പക്കുളം ഗോവേന്ദപ്പള്ളിക്ക് സമീപം നടന്ന സ്വീകരണ പരിപാടിക്ക് LDF നേതാക്കളായ KS അനിൽകുമാർ, A ശോഭ, B ലാലി, KG അരുൺകുമാർ, തോമസ് ജോസഫ്, KR വിഷ്ണുരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാമങ്കിരി ജെട്ടി, ഊരുക്കരി, കൊച്ചമ്മനം, കാരിച്ചാൽ, വിയപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെയും സ്വീകരണം ഏറ്റുവാങ്ങി രാത്രി 8 മണിയോടെ ചിറയകത്ത് രണ്ടാം ഘട്ട പര്യടനം സമാപിച്ചു. ആലപ്പുഴയിൽ LDFും UDFും NDAയും കൂട്ടുമുന്നണികളെന്ന് സേവ് കേരള ഫോറം സ്ഥാനാർത്ഥി KM ഷാജഹാൻ. ഒരേ താൽപ്പര്യക്കാർക്ക് വേണ്ടിയാണ് 3 മുന്നണികളും മത്സരിക്കുന്നതെന്നും ഷാജഹാൻ ആരോപിച്ചു. തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം നടത്തിയ സ്വകാര്യ കമ്പനിയിൽ നിന്ന് കോടികൾ വാങ്ങിയവരാണ് ഇടത് വലത് മുന്നണികളെന്ന് KM ഷാജഹാൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ 2 മുന്നണികളും തോട്ടപ്പള്ളിയിലെ കരിമണൽ വിഷയം തൊട്ടിട്ടേയില്ല. ഇലക്ടറൽ ബോണ്ടിലൂടെ വലിയ അഴിമതി നടത്തിയ BJPക്ക് അഴിമതി വിരുദ്ധത പറയാൻ അവകാശമില്ല. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയെ പാർട്ടിക്കാർ തന്നെ തോൽപ്പിക്കുമെന്നും KM ഷാജഹാൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി 2-3 മുഖ്യധാരാ മുന്നണികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ഈ 3 മുന്നണികളും തമ്മിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും അവർ ഒരേ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നതെന്നും ഒരേ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണ്ടിയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുമുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ, ആലപ്പുഴ മണ്ഡലത്തിൽ അതിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലാണ് തോട്ടപ്പള്ളിയിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ കരിമണൽ കൊള്ള നടക്കുന്നത്. പക്ഷേ ഈ കരിമണൽ കൊള്ളയുടെ കാര്യത്തിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തിന്റെയും നേതാക്കന്മാർ പണം വാങ്ങി എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇവർ വാങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടെത്തലുകളാണ്, ഫൈൻഡിങ്സ് ആണ് ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയുടെ ജഡ്ജ്മെന്റിൽ വന്നിട്ടുള്ളത്. ഇത് തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട ആരും പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക്. അപ്പൊ സ്വാഭാവികമായും ഇവിടെ AM ആരിഫിനും ഇവിടെ KC വേണുഗോപാലിനും തമ്മിൽ മത്സരിക്കാൻ എന്താണ് യോഗ്യത എന്നുള്ളതാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന തന്നെ CPMന് ഭയമാണ്. അതുകൊണ്ടാണ് തനിക്കെതിരെ അപരനെ നിർത്തിയത്. താൻ VSനെ പറ്റി സംസാരിക്കുന്നത് CPMന് അസ്വസ്ഥതയുണ്ടാക്കുന്നു. അവർ അതിൻ്റെ അങ്കലാപ്പിലാണെന്നും ഷാജഹാൻ പറഞ്ഞു. ആലപ്പുഴ മണ്ഡലത്തിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് ഷാജഹാൻ മത്സരിക്കുന്നത്.
മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചങ്ങനാശ്ശേരി നഗരത്തിൽ വനിതകളുടെ റോഡ് ഷോ നടത്തി. LDF ചങ്ങനാശ്ശേരി അസംബ്ലി നിയോജക മണ്ഡലം വനിതാ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചങ്ങനാശ്ശേരി നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചു നടത്തിയ റോഡ് ഷോയിൽ നൂറുകണക്കിന് വനിതകളാണ് പങ്കെടുത്തത്. സമാപന സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത ഉദ്ഘാടനം ചെയ്തു. കേരളവും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും തമ്മിൽ അല്ലെങ്കിൽ വ്യത്യാസം കാണാൻ കഴിയുന്നത് നമ്മുടെ കേരളം ഇന്ത്യക്ക് മാതൃകയാണ്. ഒരു കാലത്ത് ഇവിടുത്തെ സഹോദരിമാർക്ക് ഇതുപോലെ ആടാനോ പാടാനോ അല്ലെങ്കിൽ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി മുന്നോട്ട് വരാനോ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ച നമ്മുടെ മണ്ണിൽ 57 മുതൽ അധികാരത്തിൽ വന്ന CMSന്റെ ഗവൺമെന്റ് തുടങ്ങി ഇന്ന് പിണറായി ഗവൺമെന്റ് വരെ എത്തി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നടത്തിയ വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് അഭിമാനത്തോടെ തലയുയർത്തി കേരളത്തിലെ സ്ത്രീകൾ ഇന്ത്യയിൽ ഒന്നാമത് എത്തി നിൽക്കുന്നത്. ഏത് സൂചിക എടുത്ത് നോക്കിയാലും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഞങ്ങൾ ഒന്നാമതാണ്, അല്ലേ? പ്രസവ സമയത്ത് മരിക്കുന്ന അമ്മമാരുടെ എണ്ണം ഇവിടെ കുറവ്, ശിശുമരണ നിരക്ക് ഇവിടെ കുറവ്, ആയുർദൈർഘ്യത്തിൽ നമ്മൾ 1-ാം സ്ഥാനം, സ്ത്രീ പുരുഷ അനുപാതത്തിൽ 1-ാം സ്ഥാനം. കേരളത്തിലെ സ്ത്രീകൾ അവരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായിട്ടുള്ള സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം 47 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള കുടുംബശ്രീ, അത് 2,85,000 വരുന്ന ഏറ്റവും നല്ല അയൽക്കൂട്ടങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. സമ്മേളനത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണകുമാരി രാജശേഖരൻ അധ്യക്ഷയായി. CK ആശ MLA, ഷേർലി ഹരികൃഷ്ണൻ, മണിയമ്മ രാജപ്പൻ, സുജാത സുശീലൻ, മിനി റജി, ഡാനി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളുടെ പരിധി ലംഘിക്കാതെയുള്ള പ്രചാരണം ഉറപ്പുവരുത്താൻ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ശ്രദ്ധിക്കണമെന്ന് ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള നിരീക്ഷകർ പറഞ്ഞു. ഗസ്റ്റ് ഹൗസിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച കൃത്യമായ മാനദണ്ഡങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ചെലവുകൾ കമ്മീഷന്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്നുവെന്ന് ഉറപ്പാക്കണം. പോളിംഗ് ബൂത്തിലെ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ജനറൽ ഒബ്സർവർമാർ നിർദ്ദേശം നൽകി. ആലപ്പുഴ മണ്ഡലം പൊതുനിരീക്ഷകൻ പ്രജേഷ് കുമാർ റാണ, മാവേലിക്കര മണ്ഡലം പൊതുനിരീക്ഷകൻ നാരായണ സിംഗ്, പോലീസ് നിരീക്ഷകൻ അനന്ത് ശങ്കർ തക്വാലെ, ആലപ്പുഴ മാവേലിക്കര മണ്ഡലം ചെലവ് നിരീക്ഷകരായ MD വിജയകുമാർ, യോഗേന്ദ്ര T വാക്കറെ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, മാവേലിക്കര റിട്ടേണിംഗ് ഓഫീസർ വിനോദ് രാജ്, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ GS രാധേഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. PRS എഴുതുന്ന ഓരോ കർഷകനും അക്കൗണ്ടിൽ താമസം വിന പണം ലഭ്യമാക്കണമെന്ന ആവശ്യവുമായി ആലപ്പുഴ SBI റീജിയണൽ ഓഫീസിന് മുമ്പിൽ നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷക ധർണ. സപ്ലൈകോയും SBIയും നീതി പാലിക്കണമെന്നും സംഭരിച്ച നെല്ലിന്റെ മുഴുവൻ വിലയും അടിയന്തരമായി ലഭ്യമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. നെൽകർഷക സംരക്ഷണ സമിതി സിന്ദാബാദ്. നെൽകർഷക ധർണ സിന്ദാബാദ്. നെൽകർഷക ധർണ സിന്ദാബാദ്. കേന്ദ്രത്തിൽ നിന്നും PRSന്റെ കുടിശ്ശിക ലഭ്യമായ സ്ഥിതിക്ക് PRS എഴുതുന്ന ഓരോ കർഷകനും താമസം വിന അവരുടെ അക്കൗണ്ടിൽ പണം ലഭ്യമാക്കണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന രക്ഷാധികാരി VJ ലാരി ആവശ്യപ്പെട്ടു. കർഷകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം നടത്തിയാൽ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. PRS എടുക്കുന്നതിനുള്ള സംവിധാനം കൺസോർഷ്യത്തിൽ പെടുത്തിയെങ്കിൽ ആ 2 ബാങ്കുകൾക്കും ആവശ്യമായ ഹോംവർക്കുകൾ ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാനറ ബാങ്ക് കൊടുത്തു തുടങ്ങിയിട്ടും SBI കൊടുക്കാൻ തയ്യാറാവാത്ത നിലയിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ്. SBIയുടെ റീജിയണൽ ഓഫീസിൽ കഴിഞ്ഞ ആ ദിവസം എത്തിയ ഞങ്ങളുടെ ഭാരവാഹികൾ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ സോണിച്ചൻ പുളികുന്നിനോടും
ശ്രീ ലാലിച്ചൻ പള്ളിവാതിക്കലിനോട് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോട് ഈ അധികാരികൾ റീജിയണൽ ഓഫീസർ സ്വീകരിച്ച നയസമീപനം വളരെ തെറ്റായതായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. രാഷ്ട്രീയ നാടകം കളിക്കുന്നത് പോലെ ഗവൺമെന്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളവരല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുവാനാണ് റീജിയണൽ ഓഫീസർമാർ SPIയുടെയും അധികാരികൾ തയ്യാറാവേണ്ടത് എന്ന് ഞങ്ങൾ വിനീതമായി ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സമിതി പ്രസിഡന്റ് റജീന അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്ന, വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, വൈസ് പ്രസിഡന്റുമാരായ ലാലിച്ചൻ പള്ളിവാതുക്കൽ, ER രാധാകൃഷ്ണപിള്ള, റോയ് ഊരാംവേലി, ട്രഷറർ ജോൺ C ടിറ്റോ, സെക്രട്ടറിമാർ, കൺവീനർമാർ തുടങ്ങിയവർ സംസാരിച്ചു. താൻ എവിടെയുണ്ടോ അവിടെ എതിർപ്പുമായി വരാൻ കുറേ ആളുകൾ ഉണ്ടാവുമെന്നും എന്നാൽ ഇതൊന്നും കണക്കാക്കാതെയാണ് തൻ്റെ പ്രവർത്തനമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ദീർഘകാലം SNDP യോഗത്തിൻ്റെ നേതൃത്വം വഹിക്കാനായത് മഹാഭാഗ്യമായി കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സംഘടിപ്പിച്ച മഹാകവി കുമാരനാശാന്റെ 150ാമത് ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ആശാൻ സ്മൃതിസന്ധ്യയുടെ സമാപന സമ്മേളനം കിടങ്ങാമ്പറമ്പ് സ്റ്റാച്യു ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. കുമാരനാശാന്റെ കസേരയുടെ കാവൽക്കാരനാണ് താനെന്നും ഗുരുകാരുണ്യമാണ് യോഗ നേതൃത്വത്തിലേക്ക് എത്താൻ കാരണമായതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഞാനിപ്പോൾ ഇരിക്കുന്ന കുമാരനാശാൻ്റെ കസേരയിലാണെന്നും പലരും എൻ്റെ മുൻഗാമികളും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ 26 കൊല്ലമായെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങളെല്ലാം നിങ്ങളുടെ ഔദാര്യം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ കുമാരനാശാൻ്റെ കസേരയുടെ കാവൽക്കാരനാണ് ഞാൻ, അല്ലാതെ ഞാൻ ആ കസേരയിൽ ഇരിക്കുന്നവനല്ല. കുമാരനാശാൻ്റെ കസേരയിലിരിക്കാൻ കുമാരനാശാനല്ലാതെ വേറെ ഒരാൾക്കും അവൻ്റെ അവകാശവും അധികാരവും അല്ലെങ്കിൽ അതിനുള്ള വൈഭവവും ഇല്ല. ചിലർ പറയും ഞാനിപ്പോൾ ഇരിക്കുന്നത് ഗുരുദേവൻ്റെ കസേരയിലാണ്. ഗുരുദേവൻ്റെ കസേരയിലിരിക്കാൻ ഗുരുദേവനല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല. വിധിയുടെ വൈപരീത്യം കൊണ്ട് വഴിതെറ്റി വന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെ വഴിതെറ്റി വന്ന് ഇത്രയും ദീർഘനാൾ ഈ SNDP യോഗത്തെ SNDP നയിക്കാനുണ്ടായ ഒരു മഹാഭാഗ്യം ഒരുപക്ഷെ ഗുരുവിൻ്റെ ഒരു കാരുണ്യമായിരിക്കും. കണിച്ചുള്ള ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പോഴും കണ്ടില്ലേ, ഞാൻ എവിടെയുണ്ടോ അവിടെ എതിർപ്പുണ്ട്. ചിലർ പറയണില്ലേ, ലൈഫ് ബോയ് എവിടെയുണ്ടോ അവിടെ ആരോഗ്യമുണ്ടെന്ന് പറയുന്നില്ല. ഞാൻ എവിടെയുണ്ടോ അവിടെ എതിർപ്പുണ്ട്. ഈ എതിർപ്പ് കാണിക്കുന്നതല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ നോക്കുന്നത്? വ്യാഴാഴ്ച വൈകിട്ട് ചേർന്ന സമ്മേളനത്തിൽ അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് P ഹരിദാസ് അധ്യക്ഷനായി. മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ സ്വാഗതം പറഞ്ഞു. യോഗം ബോർഡ് മെമ്പർ PV സാനു, യൂണിയൻ കൗൺസിലർമാരായ PB രാജീവ്, KP ബൈജു, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർ PB രമേശ്, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ പള്ളാത്തുരുത്തി പാലത്തിൽ നിന്ന് യുവതിയും യുവാവും ആറ്റിലേക്ക് ചാടി. 30 വയസ്സ് തോന്നിക്കുന്നവരാണ് ചാടിയതെന്ന് ഇതുവഴി കടന്നുപോയ ലോറി ഡ്രൈവറാണ് പോലീസിനോട് പറഞ്ഞത്. ഇവർക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പള്ളാത്തുരുത്തി പാലത്തിൽ നിന്ന് 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവതിയും യുവാവും പമ്പയാറിന്റെ കൈവരിയായ പള്ളാത്തുരുത്തി ആറ്റിലേക്ക് ചാടിയതായാണ് ഇതുവഴി കടന്നുപോയ ലോറി ഡ്രൈവർ നെടുമുടി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ലോറി ഡ്രൈവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് ടീമും സ്ഥലത്തെത്തി ആറ്റിൽ തിരച്ചിൽ നടത്തി. പള്ളാത്തുരുത്തിയിൽ സമാന്തര പാലം നിർമ്മിക്കുന്നതിന് നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് ഡ്രഡ്ജിംഗ് നടത്തിയിരുന്നു. ഇവിടെ ആഴം കൂടുതലായതിനാലും അടിയൊഴുക്ക് ശക്തമായതിനാലും തിരച്ചിലിന് വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. സ്കൂബ ടീം പലതവണയായി തിരച്ചിൽ നടത്തിയ ശേഷം വൈകുന്നേരത്തോടെ നിർത്തിവെച്ചു. അതേസമയം ചാടിയവരുടേതെന്ന് സംശയിക്കുന്ന ചെരുപ്പുകൾ ഈ ഭാഗത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിഷു വിപണിക്കായി കണിവെള്ളരി കൃഷി ചെയ്ത ഒരു കൂട്ടം കർഷകർ. കേരള കർഷക സംഘം വണ്ടാനം മേഖലയ്ക്ക് കീഴിലെ മണിരത്നം കർഷക ഗ്രൂപ്പാണ് വണ്ടാനം വെട്ടിക്കരി പാടശേഖരത്തിന് സമീപം 1 ഏക്കർ സ്ഥലത്ത് വെള്ളരി കൃഷി ചെയ്ത് വിളവെടുത്തത്. 7 മാസങ്ങൾക്ക് മുൻപ് രൂപീകരിച്ച സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ കണിവെള്ളരി കൃഷിയാണ് വിജയത്തിലെത്തിയത്. വെള്ളരി കൂടാതെ മരച്ചീനി, ചീര, ഏത്തവാഴ എന്നിവയും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. വിഷുവിപണി കണക്കിലെടുത്ത് കൃഷി ചെയ്ത കണിവെള്ളരിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം വെള്ളിയാഴ്ച H സലാം MLA നിർവഹിച്ചു. കേരള കർഷക സംഘത്തിന്റെ വണ്ടാനം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണിരത്നം എന്ന ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ വണ്ടാനം കിഴക്ക് നാലുപാട വെട്ടിക്കരിയുടെ ഈ ചിറയിൽ ഈ കൃഷി ഇറക്കിയത്. വിഷു പ്രമാണിച്ച് ഇറക്കിയ കൃഷിയാണ്. വിഷുവിന്റെ തൊട്ടു മുമ്പ് വിഷുവിന് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിൽ അതിന്റെ വിളവെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ V ധ്യാനസുധൻ, കുഞ്ഞുമോൾ സജീവ്,
കർഷക സംഘം ഏരിയ സെക്രട്ടറി രജിമോൻ, കർഷക ഗ്രൂപ്പ് പ്രസിഡന്റ് സുഗുണൻ, സെക്രട്ടറി സതീശൻ എന്നിവർ പങ്കെടുത്തു. തലവടി ഹരിത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആനപ്രമ്പാൽ ജംഗ്ഷന് സമീപം ജൈവ നാടൻ പച്ചക്കറി വിതരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. വെള്ളിയാഴ്ച രാവിലെ 8:30 തിരുവല്ല അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ തലവൻ ഡോക്ടർ VR ഷാജൻ പച്ചക്കറി വിതരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനകത്തുണ്ടാവുന്ന 4-5 വിഷാംശം മാത്രമാണ് നമുക്ക് ആ ലാബിൽ തിരിച്ചറിയാൻ പറ്റുന്നത്. ബാക്കി ഒന്നും തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിലേക്ക് വരുന്ന ഒത്തിരി വിഷാംശങ്ങൾ അത് വരുന്നത്. അപ്പൊ അതിനകത്ത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ ഡയറക്ടർ ഓഫ് റിസർച്ച് പറഞ്ഞത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് വിഷം നമുക്ക് പരിശോധിക്കാനോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ സംബന്ധിച്ചിടത്തോളം നമുക്ക് തമിഴ്നാടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ വരുന്ന വസ്തു വിഷമാണെന്ന് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. രണ്ടാമത് ഇത് ഈ മാർക്കറ്റുകളിൽ നിന്നാണ്. തിരുവനന്തപുരത്താണ് പ്രധാനപ്പെട്ട കാർഷിക കോളേജിലാണ് ഇതിനുള്ള ഒരു ലാബ്. അവര് ആ നെയ്യാറ്റിൻകരയോ അല്ലെങ്കിൽ പൂവാറോ അതിനടുത്ത മാർക്കറ്റുകളിൽ നിന്നാണ് കൂടുതലും ശേഖരിക്കുന്നത്. മറ്റു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട്. അപ്പം പത്രം വായിക്കുന്നവർക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കരിവേപ്പില അതുപോലെ തന്നെയുള്ള വസ്തുക്കളിൽ വിഷത്തിന്റെ അംശം കൂടുതലാണെന്ന്. സമിതി പ്രസിഡന്റ് ആനന്ദൻ നമ്പൂതിരി പട്ടമന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഡോക്ടർ KC മത്തായി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് മികച്ച കർഷകരായ PV മാത്യു, ലീലാമ്മ സക്കറിയ എന്നിവരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിനു സുരേഷ്, കൃഷി ഓഫീസർ VS ഗൗരി കൃഷ്ണ, സമിതി സെക്രട്ടറി ജേക്കബ് മാത്യു, തലവടി വികസന സമിതി ചെയർമാൻ ബിജു പാലത്തിങ്കൽ, KK തോമസ് എന്നിവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഏപ്രിൽ 14 വിഷുദിനത്തിൽ കൊടിയേറും. 22 വൈകിട്ട് 4 പ്രസിദ്ധമായ ഇത്തിത്താനം ഗജമേള. ഏപ്രിൽ 23 ആറാട്ടോടെ തിരുവുത്സവം സമാപിക്കും. തിരുവുത്സവത്തിന് മുന്നോടിയായി ഏപ്രിൽ 13 ശനിയാഴ്ച ചിറവമുട്ടം മഹാദേവർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് നടക്കും. 14 പുലർച്ചെ 4:30 വിഷുക്കണി ദർശനത്തോടെ ക്ഷേത്രചടങ്ങുകൾ ആരംഭിക്കും. 9-നും 10:30 മധ്യേ ക്ഷേത്രം തന്ത്രി സൂര്യകാലടിമന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവ ദിനങ്ങളിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ കളമെഴുത്തും പാട്ടും, എതിരേൽപ്പ്, നടയിൽ തൂക്കം, കാഴ്ച ശ്രീബലി, സേവ, കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. ഏപ്രിൽ 22 വൈകിട്ട് 4 പ്രസിദ്ധമായ ഇത്തിത്താനം ഗജമേള. അതുകൊണ്ട് തന്നെ 8ാം ദിവസം വൈകുന്നേരം പടയണി നടത്തപ്പെടുന്നതാണ്. 9ാം ദിവസമാണ് പ്രസിദ്ധമായ ഇത്തിത്താനം ഗജമേള നടക്കുന്നത്. രാവിലെ 11 സ്ഥലങ്ങളിൽ നിന്നും കാവടി മുമ്പോട് ഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വൈകുന്നേരം 4 മണിക്ക് ആടയാഭരണങ്ങളില്ലാതെ ആനകളെ അണിനിർത്തിക്കൊണ്ട് ഗജമേള നടത്തുന്നതാണ്. അതിനുശേഷം സേവ, കാഴ്ച സ്വീകരണ സേവ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ സേവയ്ക്ക് കല്ലൂർ ഉണ്ണികൃഷ്ണനാരായണ സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരി മേളം ഉണ്ടായിരിക്കുന്നതാണ്. 23 ഉച്ചകഴിഞ്ഞ് 3:30 ആറാട്ട് പുറപ്പാടും 4:30 ആറാട്ട് എഴുന്നള്ളത്തും നടക്കും. ആറാട്ട് സ്വീകരണത്തിന് ശേഷം കൊടിയിറക്കോടെ തിരുവുത്സവത്തിന് സമാപനമാകും. ഉത്സവ ചടങ്ങുകൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് D പ്രവീൺകുമാർ, KK ഉദയകുമാർ എന്നിവർ പങ്കെടുത്തു. മാന്നാറിൽ ബദിരയും മൂകയുമായ 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. അന്യസംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. ബധിരയും മൂകയുമായ 10 വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അന്യസംസ്ഥാന തൊഴിലാളിയെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാന്നാർ ആലുംമൂടി ജംഗ്ഷന് കിഴക്കുവശം വാടകയ്ക്ക് താമസിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി ബിബുൽ സർക്കാറാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. മാതാപിതാക്കൾ ജോലിക്ക് പോയിരുന്ന സമയത്താണ് പ്രതി ഇവരുടെ വീട്ടിൽ കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പോലീസ് പറയുന്നു. ജോലി കഴിഞ്ഞെത്തിയ മാതാപിതാക്കൾ വിവരമറിഞ്ഞയുടൻ മാന്നാർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ B രാജേന്ദ്രൻ പിള്ള, SI സനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദിനീഷ് ബാബു, CPO ബിജോഷ് എന്നിവർ ചേർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. പത്തനംതിട്ട ജില്ലാ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ ഏപ്രിൽ 15 നടത്താനിരുന്ന സിറ്റിംഗ് ജൂൺ 10 പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ രാവിലെ 11 ചേരും. ഏപ്രിൽ 15 സിറ്റിംഗിൽ ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചവർ ജൂൺ 10 ഹാജരാകണം.
ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി സേവനമനുഷ്ഠിക്കാൻ താൽപ്പര്യമുള്ള നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർക്കും ഇതിനായി അപേക്ഷിക്കാമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത് അറിയിച്ചു. താൽപ്പര്യമുള്ളവർ അതത് പോലീസ് സ്റ്റേഷനുകളിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷിക്കണം. ആധാർ കാർഡിന്റെ കോപ്പിയും ബാങ്ക് അക്കൗണ്ടിന്റെ IFSC നമ്പറോടുകൂടിയ പകർപ്പും വയ്ക്കണം. 18 വയസ്സ് പൂർത്തിയായ NCC, സ്കൗട്ട്, വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, വിമുക്ത ഭടന്മാർ, അർദ്ധസൈനിക വിഭാഗത്തിൽ നിന്ന് വിരമിച്ചവർ എന്നിവർക്കും അപേക്ഷിക്കാം. ഏതു വിഭാഗത്തിലാണ് സർവീസ് ചെയ്തതെന്നതിന്റെ കൃത്യമായ രേഖകൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തണമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ശുദ്ധജല വിതരണത്തിനുള്ള ടാങ്കുകൾ വൃത്തിയാക്കുന്നതിന് നിരക്കുകൾ കാണിച്ചുള്ള കൊട്ടേഷനുകൾ ക്ഷണിച്ചു. കൊട്ടേഷൻ നൽകുന്നവർ കേരള വാട്ടർ അതോറിറ്റിയുടെ ലൈസൻസ് ഉള്ളവരായിരിക്കണം. കൊട്ടേഷനുകൾ സൂപ്രണ്ട്, ജനറൽ ആശുപത്രി, ആലപ്പുഴ എന്ന വിലാസത്തിൽ ഏപ്രിൽ 16 ഉച്ചയ്ക്ക് 12:30 മുൻപായി നൽകണം. വിവരങ്ങൾക്ക് 047722533324 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6720 രൂപ, പവന് 53,760 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.